മുൻഗാമികളായ മഹാന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പല വാദക്കാരും ഉണ്ട്. ആ വാദമൊക്കെ പഴയ വാദങ്ങൾ, പുളിച്ചിടറിയ വാദങ്ങൾ ഇപ്പോൾ വീണ്ടും കൊണ്ടുവരികയാണ്. റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികളാണ് ഇവിടെ ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് വാദിച്ചവർ. അവരുടെ വാദം വളരെ ഭീമാബദ്ധമാണ്. അതിന് ഞാൻ ഇപ്പൊ തെളിവ് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിന് തെളിവ് പറഞ്ഞ് നേരം പോകണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇതേപോലെ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ, അവർക്കൊരു വാദമുണ്ട്. തറാവീഹ് എന്ന് പറയുന്ന ഒരു 20 റക്അത്ത് നിസ്കാരം, അത് ഉമർ ഇബ്നുൽ ഖത്താബ് ഈ മതത്തിൽ പുതുതായി കൊണ്ടുവന്നതാണ്. അതിനാൽ ഉമർ ഇബ്നുൽ ഖത്താബ് ബിദ്അത്തുകാരനാണ് എന്ന് വാദിക്കുന്നവരാണ് റാഫിളത്ത്. ഇമാം സർഖസി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിൽ ഒരു പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ മബ്സൂത്ത് അതിൽ അത് പറഞ്ഞിട്ടുണ്ട്. റാഫിളത്തിന്റെ വാദമാണ് തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരം ഇല്ല. അത് 20 റക്അത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലാത്ത ഒരു നിസ്കാരം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതിനാൽ ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്നത് റാഫിളത്തിന്റെ വാദമാണ്. ആ വാദമാണ് ഇപ്പോൾ പല വിധത്തിലും ഉരുണ്ടും മറിഞ്ഞും തറാവീഹിന്റെ എണ്ണവുമായും തറാവീഹുമായും ബന്ധപ്പെട്ട് ഇവിടെയുള്ള പുത്തൻവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചു എന്നത് റാഫിളത്തിന്റെ വാദമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചു എന്നതും റാഫിളത്തിന്റെ വാദമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചു എന്നതിന് അവർ പറഞ്ഞ കാരണം എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചെയ്യാത്ത ചില നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറയാണ്, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നല്ല കാര്യം ചെയ്തോളൂ, വിജയം കൈവരിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണിത്തൂക്കം നല്ലത് ചെയ്താൽ ഫലം കിട്ടും. അതേ, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഖൈർ എന്ത് നിങ്ങൾ ചെയ്താലും പടച്ചവന്റെ അടുക്കൽ ഫലം കിട്ടും. ഇങ്ങനെ ആവർത്തിച്ച് ഖുർആൻ നല്ല കാര്യം ചെയ്യണം എന്ന് ഉപദേശിക്കുകയാണ്. ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം നബിതങ്ങൾ ചെയ്തിരുന്നു. അതേപോലെ നബിതങ്ങൾ മദ്രസ ഉണ്ടാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അതേ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബ് രചിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഏതെങ്കിലും ഒരു പള്ളിക്ക് മിമ്പർ മിനാരം ഉണ്ടായിരുന്നു. ഇതിന്റെ മുമ്പിൽ ഒരു പള്ളി കാണുന്നു, ആ പള്ളിക്ക് 2 മിനാരം കാണുന്നു. നബി തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിനാരം ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ മദീനയിൽ ചെന്നാൽ മിഹ്റാബുൻ നബി എന്ന് എഴുതി കാണുന്നത് നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്തിന് പേരിട്ടതാണ്, അല്ലാതെ അന്നങ്ങനെ ഒരു മിഹ്റാബില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ എത്ര സംഭവം മദ്രസ നബി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അതേപോലെ കോളേജുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ നബി തങ്ങൾ ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിവരക്കേട് വേറെന്താ പറയാനുള്ളത്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെക്കുന്നതിന് നേതൃത്വം കൊടുത്തു. അത് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് പിൽക്കാലത്തൊരു സംശയം വരാതിരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതേ, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയിലെ ഹദീസാണ്. നബി തങ്ങൾ ചെയ്യാത്ത ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ. വല്ലാഹി ഇത് നല്ല കാര്യമാണ്. നല്ല കാര്യം നബി തങ്ങൾ ചെയ്തു കാണിക്കണമെന്നില്ല, നല്ല കാര്യം ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, നബിദിനം വരുമ്പോ നോട്ടീസ് കൊണ്ട് നടക്കുന്നവരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ബിരിയാണി വെച്ച് കൊടുത്തിട്ടില്ല, കുട്ടികളെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടില്ല, കുട്ടികൾക്ക് മിഠായി കൊടുത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? എന്തൊരു അറിവ് കേടാണ്. ഞാൻ അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അത് കാര്യം നല്ലതാണെന്നതിൽ തർക്കമുണ്ടോ? നല്ല കാര്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതിന്റെ പേരിൽ എല്ലാ സഹാബികളും അതിനെ അംഗീകരിച്ചു. പക്ഷേ റാഫിളത്ത് എന്ന് പറയുന്ന ടീം പറഞ്ഞു, സിദ്ദീഖ് അക്ബർ പിഴച്ചുപോയി, നബി തങ്ങൾ ചെയ്യാത്ത നബി നല്ല കാര്യം ചെയ്തതിനാൽ പിഴച്ചുപോയി. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുഖാരിയുടെ സറഹിൽ ഈ പറഞ്ഞ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ആ റാഫിളത്തിന്റെ മറ്റൊരു വാദമാണ്, മാസം നോക്കിയിട്ട് നോമ്പും പെരുന്നാളും നിശ്ചയിക്കരുത്, കണക്ക് കൂട്ടിയിട്ട് വേണം. അത് റാഫിളത്തിന്റെ വാദമാണ്. ആ റാഫിളത്തിന്റെ വേറൊരു വാദമാണ്, പടച്ചവന് കയ്യും കാലുമുണ്ട് എന്ന വാദം, പടച്ചവന് തലയുണ്ട് എന്ന വാദം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞ വാദക്കാരാണ്.